الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പൊതുവെ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്, ഈ ഭൗതിക ലോകത്തെ ജീവിതം നല്ലതായി തീരണം, സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായി തീരണം. എല്ലാ മനുഷ്യർക്കിടയിലും എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലുമുള്ള ഒരു കൊതിയാണ്, ഒരു ആഗ്രഹമാണ്. ഈ ജീവിതം സന്തോഷത്തിലും വിജയത്തിലും ആഹ്ലാദത്തിലുമാകണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഒരു മനുഷ്യൻ്റെ വിജയത്തിനുള്ള വഴികൾ കാണിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പരലോകത്തെ ആഖിറത്തിന്റെ വിജയങ്ങൾ മാത്രമല്ല, ഈ ദുനിയാവിൻ്റെ വിജയത്തിൻ്റെയും വഴികളെയും പഠിപ്പിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ആഖിറത്തിന്റെ വിജയം മാത്രം പറയാനും പഠിപ്പിക്കാനും കാണിക്കാനും വേണ്ടിയില്ല, മറിച്ച് ദുനിയാവിൻ്റെയും വിജയവും സന്തോഷവും ആഖിറത്തിന്റെ വിജയവും സന്തോഷവും അതിൻ്റെ വഴികൾ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തെ ജീവിതം നന്നാകാനുള്ള ധാരാളം വഴികൾ പഠിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ, പ്രാർത്ഥന എന്നുള്ളത്. തങ്ങളുടെ നാവിലൂടെ പുറപ്പെട്ട ധാരാളം ദുആകളുണ്ട്. ഒന്ന്, ഈ ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്ന ദുആകൾ, ഈ ലോകത്തെ ഐശ്വര്യത്തെ ചോദിക്കുന്ന ദുആകൾ. രണ്ട്, ഈ ലോകത്തിൻ്റെ അടിമക്കുണ്ടാകാവുന്ന മുസീബത്തുകൾ, നഷ്ടങ്ങൾ, ദൂഷ്യങ്ങൾ, ദുരന്തങ്ങൾ, അതിൽ നിന്നും കാവൽ ചോദിക്കുന്ന പ്രാർത്ഥന. ഈ ഉമ്മത്തിന് മാത്രം ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. ഇത്രയധികം ദുആകൾ ലഭിച്ച ഒരു സമൂഹവുമില്ല. ഒരു നബിയിലൂടെ, ഒരു പ്രവാചകനിലൂടെ ഇത്രയധികം ദുആകൾ പഠിപ്പിക്കപ്പെട്ട സമൂഹം മുമ്പ് കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് അത് പഠിക്കലും അത് മനസ്സിലാക്കലും നമ്മുടെ ബാധ്യതയാണ്. അക്കൂട്ടത്തിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ വളരെ പ്രധാനപ്പെട്ട നാം ശീലിക്കേണ്ട ദുആയാണ് اللهم إني أعوذ بك من يوم السوء وليلة السوء وساعة السوء وصاحب السوء وجار السوء في دار المقامة. ഈ ലോകത്തുണ്ടാകുന്ന ചില നഷ്ടങ്ങളെയും ദൂഷ്യങ്ങളെയും നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്.
ഇതിൽ ആദ്യം തങ്ങൾ ചോദിച്ച പ്രാർത്ഥന, കാവൽ ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ. അല്ലാഹു, നിന്നോട് ഞാൻ മോശമായ പകലിൽ നിന്നും മോശമായ ദിവസത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പകലുകളും കടന്നു പോയിട്ടുണ്ടാകും, ദുഃഖത്തിൻ്റെ, വേദനയുടെ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിൻ നിത്യേന അല്ലാഹുവിനെ കാവൽ ചോദിക്കേണ്ടതാണ്. അല്ലാഹുവേ, ദുരന്തങ്ങൾ നിറഞ്ഞ, ദുഃഖങ്ങൾ നിറഞ്ഞ, ശകുനം നിറഞ്ഞ പകലിൽ ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ രണ്ട് നിലയിലുള്ള ദുരന്തങ്ങൾ കാവൽ ചോദിക്കണം. ഒന്ന്, ഭൗതികമായിട്ട് ഒരു അടിമക്കുണ്ടാകുന്ന വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ. അതോടൊപ്പം തന്നെ ദീനീയായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നിറഞ്ഞ പകൽ. അതാണ് യഥാർത്ഥ ശകുനം ബാധിച്ച, നാശം ബാധിച്ച പകൽ. അമലുകൾ നഷ്ടപ്പെടുന്ന, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന പകലുകളാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളിൽ വളരെ അറിവുള്ള, വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഒരു മനുഷ്യൻ്റെ പ്രഭാതമായാൽ ആ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അവൻ്റെ അമലുകളും അവൻ്റെ അറിവും അവൻ്റെ ഇച്ഛയും തമ്മിലൊരു പോരാട്ടമുണ്ട്. ഏത് ദിവസം നിന്റെ അറിവും നിന്റെ പ്രവൃത്തിയും ഇച്ഛയുടെ അടിമയാകുന്നു, നഫ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിമയാകുന്നു, ഫയൗമുഹു യൗമുസ്സൂ, അത് ശകുനം ബാധിച്ച മോശമായ ദിവസമാണ്. ഒരാളുടെ ദിവസം, പകൽ മോശമായി എന്നതിനെ മുൻഗാമികൾ, സഹാബാക്കൾ മാനദണ്ഡമാക്കിയത് അമലുകൾ നഷ്ടപ്പെടുന്ന ദിവസമാണ്. ഇനി ഏതൊരു പകലിൽ, ഏതൊരു പ്രഭാതത്തിൽ നിന്റെ അമലുകൾ, നിന്റെ പ്രവർത്തനം, നിന്റെ അറിവിനെ അടിസ്ഥാനമാക്കിയാണോ, അത് ഏറ്റവും ഐശ്വര്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, പകലാണ് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അവിടെ ഒരു പകൽ നന്നാകുന്നത് അതിൻ്റെ സാമ്പത്തികമായ ലാഭത്തിൻ്റെ അളവിലല്ല, മറിച്ച് അതിൻ്റെ അമലുകളുടെ വർധനവിലാണ്. അവിടെ ചില സലഫുകൾ പറയുമായിരുന്നു, നിന്റെ ഒരു ദിവസം ആയുസ് പൂർത്തിയാവുകയും നിന്റെ ജീവിതത്തിലെ അമലുകൾ വർദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ ദിവസം ഒരു മൃഗത്തിൻ്റെ ജീവിതം പോലെയാണ്. ഒരു ദിവസം പൂർത്തിയായി അമലുകളൊന്നും വർദ്ധിച്ചിട്ടില്ല എങ്കിൽ. അതുകൊണ്ടാണ് പ്രസിദ്ധനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, എൻ്റെ ദിവസങ്ങളിൽ, എൻ്റെ പകലുകൾ എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന പകൽ നഖസ അജലി വലം യസിദ് ഫീഹി അമലി. എൻ്റെ പകലുകൾ എന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച പകൽ, എൻ്റെ ഒരു പകല് പൂർത്തിയായി, ഒരു ദിവസം പൂർത്തിയായി, പക്ഷെ അമലുകളൊന്നും വർദ്ധിക്കാതെ പോയി. അങ്ങനത്തെ ഒരു പകൽ ജീവിതത്തിൽ വന്നാൽ അതാണ് എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന പകലെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായി. ശകുനമുള്ള പകൽ എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയ പകലല്ല, മറിച്ച് അമലുകൾ നഷ്ടപ്പെട്ട പകൽ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ട പകൽ. ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ള പകൽ എന്ന് പറഞ്ഞാൽ നന്മകൾ നിറഞ്ഞ പകലുകളാണ്. അവിടെ മുൻഗാമികൾ പറയുമായിരുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു പകൽ പൂർത്തിയായപ്പോൾ നിന്നോട് കൽപ്പിക്കപ്പെട്ട ഫർളുകളും അമലുകളും പൂർത്തീകരിക്കാൻ സാധിച്ചെങ്കിൽ ആ ദിവസം യൗമു ഈദ്, നിന്റെ പെരുന്നാൾ ദിവസമാണ്. അതാ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ പകൽ എന്ന് പറഞ്ഞാൽ വലം യുക്തബ അലൈഹി ഫീഹി ദംബുൻ. ആ പകലങ്ങ് പൂർത്തിയായപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ അവന്റെ തിന്മയുടെ ഗ്രന്ഥത്തിൽ ഒരു തിന്മ പോലും എഴുതാതെ പൂർത്തീകരിക്കപ്പെട്ട പകൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ. നമ്മൾ ചിന്തിക്കണം പുറകിലേക്ക്. നമ്മുടെ എത്രയോ പകലുകൾ പൂർത്തിയായി, അതിലെത്ര പകലുകൾ തിന്മയുടെ മലക്കിന് ഒരു തിന്മ പോലും എഴുതാൻ കിട്ടാതെ പകലുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. ചില മഹാന്മാർ പറയുമായിരുന്നു, പാപങ്ങളില്ലാത്ത പകൽ അതെത്ര ഐശ്വര്യമുള്ളതാണ്. ആ ദിവസം നബിയുടെ കൂടെ സഹവസിച്ച ദിവസം പോലെയാണ്, ഹബീബായ തങ്ങളുടെ കൂടെ സഹവസിച്ച ദിവസം പോലെയാണ് പാപങ്ങൾ സംഭവിക്കാത്ത പകൽ എന്ന് ചില സലഫുകൾ പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമായിരിക്കാം, അത്ഭുതമാകാം. പാപം ചെയ്യാതൊരു പകൽ അതിന് പൂർത്തീകരിക്കും. പക്ഷെ നമ്മുടെ പുറകിലേക്കൊന്ന് സഞ്ചരിച്ചാൽ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, അവരുടെ എത്രയോ പകലുകൾ, എത്രയോ വർഷങ്ങൾ തിന്മയുടെ മലക്കിൻ്റെ ഒരു തിന്മ പോലും എഴുതാൻ സാധിക്കാതെ പൂർത്തീകരിക്കപ്പെട്ടു.
ഒന്നോ രണ്ടോ പകലുകളല്ല, വർഷങ്ങൾ കടന്നു കഴിഞ്ഞു. ഒരു തിന്മ പോലും, ഒരു ഹറാം പോലും തിന്മയുടെ ഗ്രന്ഥത്തിൽ എഴുതി ചേർക്കാൻ പറ്റാതെ പരിശുദ്ധമായ പകലുകൾ നമ്മുടെ മുൻഗാമികൾ ധാരാളം കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അദ്ദേഹം സ്വയം പറയുമായിരുന്നു, 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബി 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ മുസ്ലിമായത് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസാന സമയം വരെ ഒരിക്കൽ പോലും ഞാൻ വലതുഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല. ഒരു സുന്നത്തായ കാര്യത്തിനെതിരായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഹറാമെന്ന് പോകട്ടെ, ഒരു സുന്നത്തിനെതിരെ പോലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പകലുകളെ പൂർത്തീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ശകുനം ബാധിച്ച പകൽ എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കറുത്ത പൂച്ച വട്ടം ചാടി, അതുകൊണ്ട് ഇത് ശകുനമാ, അങ്ങനെയില്ല. അമലുകൾ നഷ്ടപ്പെട്ടു. സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ട പകൽ, സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ട പകൽ, ആ ദിവസം അതൊരു മോശമായ ദിവസമാണ്. കാരണം ആ ദിവസം അല്ലാഹുമായുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടത്. അല്ലാഹുമായുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടത്. സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ മരിച്ചവരെ തഅസിയത്ത് ചെയ്യുന്നത് പോലെ, അനുശോചനം രേഖപ്പെടുത്തുന്ന പോലെ സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് പേരിൽ അദ്ദേഹത്തെ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിത്യമായ ഏതെങ്കിലും വ്യക്തിയെ സുബഹിയുടെ ജമാഅത്തിന് കാണാതായാൽ ഞങ്ങൾക്ക് ഭയമായിരുന്നു, ആ മനുഷ്യൻ മുനാഫിക്കായി പോയി. ഒരു ശകുനം എന്ന് പറഞ്ഞാൽ സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു. ദിവസത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ള പകൽ എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. ആ പകൽ പരിശുദ്ധമായ പുണ്യമായ ഐശ്വര്യമുള്ള പകലാണ്. കാരണം ആ ദിവസം മുഴുവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല സഹാബാക്കൾ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തോട് ഭരണാധികാരിയായിരുന്ന മർവാൻ ഇബ്നു ഹകം ഒരു മനുഷ്യനെ, തടവിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല മുന്നിൽ കൊണ്ടുവന്ന് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കൊല ചെയ്യാൻ പറഞ്ഞു, വധിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇന്നത്തെ സുബഹി നമസ്കരിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാൻ സുബഹി നമസ്കരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ കൊല്ലുകയില്ല. ലാ അഖ്തുലു റജുലൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഞാൻ ഈ വ്യക്തി ഒരിക്കലും കൊല ചെയ്യുകയില്ല, എൻ്റെ കൈകൊണ്ട് ഒരിക്കലും ഈ മനുഷ്യനെ കൊല ചെയ്യുകയില്ല. കാരണം ഈ മനുഷ്യൻ സുബഹി നമസ്കരിച്ച മനുഷ്യനാണ്. ഇദ്ദേഹം അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന മനുഷ്യനാണ്. സുബഹി ഒരാൾ പള്ളിയിൽ നമസ്കരിച്ചു, ആ ദിവസം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ സുബഹി നമസ്കരിക്കാതെ അവൻ പലതിൻ്റെയും പേരിൽ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തി അവൻ എന്ത് ധൈര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങും? എന്ത് ധൈര്യത്തിൽ അവൻ പുറത്ത് യാത്ര ചെയ്യും? ആരാണ് അവന്റെ സംരക്ഷണത്തിനുള്ളത്? അത് ശകുനം ബാധിച്ച ദിവസം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മോശമായ പകൽ എന്ന് പറഞ്ഞാൽ അമലുകൾ നഷ്ടപ്പെട്ടു പോയി. സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, സുബഹി നമസ്കാരം ഖളായി പോയി. അന്നത്തെ പകൽ ഏറ്റവും മോശമാണ്. അവൻ എന്തെല്ലാം കരസ്ഥമാക്കിയാലും ശരി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കാവൽ ചോദിച്ച ഒന്നാമത്തെ കാവൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ. അല്ലാഹുവേ, മോശമായ പകലിൽ നിന്നും ദിവസത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. രണ്ടാമത് കാവൽ ചോദിച്ചത് വമിൻ ലൈലത്തിസ്സൂ, മോശമായ രാത്രിയിൽ നിന്നൊരു കാവൽ ചോദിക്കുന്നു. ദുരന്തങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ രാത്രിയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. ചില രാത്രികൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകും, വേദനയുടെ ദുഃഖത്തിന്റെ. നിങ്ങൾ പഠിപ്പിക്കണം, അല്ലാഹു കാവൽ ചോദിക്കണം. രാത്രി അത് മോശമാകുന്നതും അതും ഹറാമുകൾ, തിന്മകൾ നിറയുമ്പോഴാണ് ഒരാളുടെ രാത്രി മോശമാകുന്നത്. തിന്മകൾ നിറഞ്ഞ രാത്രി സത്യം അതാണ് ഏറ്റവും ശകുനം ബാധിച്ച മോശമായ രാത്രി എന്ന് പറഞ്ഞാൽ ഹറാമുകൾ മുഴുകുന്ന രാത്രിയാണ്. ഉമ്മത്തിന്റെ ഏറ്റവും ഹൈറായ കാലഘട്ടം അവരുടെ രാത്രികൾ പകലിനേക്കാൾ എത്ര ഉന്നതമായിരുന്നു. നന്മയുടെയും ഹൈറാത്ത് കൊണ്ട് നിറഞ്ഞ രാത്രികളായിരുന്നു. ഒരു താബിഈ പറയുന്നു, തഹജ്ജുദിന്റെ സമയം മസ്ജിദ് നബവിയിലേക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ വീടുകൾ വിട്ടുകിടക്കുമ്പോഴും തഹജ്ജുദിന്റെ സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആനിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഓരോ വീടിന്റെ ഉള്ളിൽ നിന്നും. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ തഹജ്ജുദിന്റെ സമയം ഖുർആനിന്റെ തിലാവത്തിൽ ഒഴുകുന്ന സമയമായിരുന്നു. എന്ന് മാത്രമല്ല, അവർ പറയുമായിരുന്നു,
അന്ന് ജനങ്ങൾ തഹജ്ജുദിന്റെ സമയം യാത്ര ചെയ്യാൻ നിശ്ചയിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന വാക്ക് മൗഇദുകും ഖിയാമുൽ ഖുറാ, രാത്രി നമസ്കരിക്കാൻ എണീക്കുന്ന സമയം എന്നവർ പറഞ്ഞിരുന്നു. കാരണം ഇത് പൊതുവായിരുന്നു, മുസ്ലിമീങ്ങളിൽ ശീലമായിരുന്നു. ആ സമയത്ത് എല്ലാ മുസ്ലിമീങ്ങളും ഉണരുകയും ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ രാത്രികൾ ഖുർആനിന്റെയും അമലിന്റെയും രാത്രിയായിരുന്നു. അവർ സന്തോഷിക്കുമായിരുന്നു രാത്രി ആഗതമാകുമ്പോൾ നന്മയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ലൗലൽ ലൈലു മാ അഹ്ദത്തുൽ ബഖാഅ ഫി ദുനിയ, രാത്രി, ഈ ദുനിയാവിൽ രാത്രി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. ഈ ഭൂമി ലോകത്ത് രാത്രി എന്നൊരു അനുഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ ജീവിതം തന്നെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. കാരണം രാത്രി അല്ലാഹുവിലേക്ക് ലയിക്കാനുള്ളതാണ്, ഇബാദത്തിൽ മുഴുകാനുള്ളതാണ്. അലി ഇബ്നു ബക്കർ റഹിമഹുല്ലാ പറയുന്നു, ഞാൻ 40 വർഷമായ എൻ്റെ ജീവിതത്തിൽ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം സൂര്യൻ ഉദിക്കുന്നതാണ്. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ രാത്രി തീർന്നു പോവുകയാണല്ലോ. അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം. 40 വർഷമായി എനിക്ക് ദുഃഖമാണ്, രാത്രി തീർന്നു പോകുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന സമയം സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോഴാണ്. രാത്രി ആഗതമാകുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹുവിലേക്ക് ലയിക്കാൻ സാധിക്കുമല്ലോ, ഇബാദത്തിലും അമലുകൾ മുഴുകാൻ സാധിക്കുമല്ലോ. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, തണുപ്പ് കാലഘട്ടമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നിഅ്മൽ ഗനീമതു ലിൽ മുഅ്മിനി അശ്ശിതാ, ഒരു മുഅ്മിൻ ലഭിക്കുന്നത് എത്ര ഉന്നതമായ അനുഗ്രഹമാണ് തണുപ്പിന്റെ കാലഘട്ടം, മൺസൂൺ കാലഘട്ടം. കാരണം രാത്രി ദൈർഘ്യമായിരിക്കും, നീണ്ട രാത്രികൾ ലഭിക്കും, കൂടുതൽ സമയം അല്ലാഹുവിന് മുന്നിൽ നിൽക്കാൻ സാധിക്കും. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് സ്നേഹം കൊണ്ട് എൻ്റെ സഞ്ചർ എന്ന പ്രദേശം, ആ നാട് നിങ്ങൾക്ക് ഞാൻ നൽകാം, നിങ്ങൾ എടുത്തുകൊള്ളി, നിങ്ങൾ ഭരിച്ചുകൊള്ളി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ ഭരണത്തെക്കാളെല്ലാം ഇഷ്ടപ്പെട്ടത് എൻ്റെ രാത്രിയുടെ പകുതിയാണ്. രാത്രിയുടെ പകുതിയായാൽ കിട്ടുന്ന രസം നിങ്ങളുടെ അധികാരത്തിൽ ലഭിക്കുകയില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ ഇതും ആവശ്യമില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ രാത്രിയുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. അവർ ആഘോഷിക്കുമായിരുന്ന അമലുകളിലായി ആനന്ദം ഉൾക്കൊള്ളുമായിരുന്നു, രസത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. അവർക്ക് രസം ലഭിച്ചിരുന്ന രാത്രി അമലുകളിലാണ്, സൽക്കർമ്മങ്ങളിലാണ്. എത്രയെത്ര മുഅ്മിനീങ്ങളെ കാണാം, എത്രയെത്ര സലഫുകളെ കാണാം. അവർ രാത്രി അമലുകളായി കഴിച്ചുകൂട്ടുമായിരുന്നു. യഅഖൂബ് ബിൻ സുഫിയാൻ റഹിമഹുല്ലാ വലിയൊരു മുഹദ്ദിസായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, രാത്രി കാലങ്ങളിൽ ഹദീസുകൾ, ആ കാലഘട്ടത്തെ രീതി അനുസരിച്ച് ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിൽ ഹദീസുകൾ രേഖപ്പെടുത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പ്രയാസമായി, ദാരിദ്ര്യ അവസ്ഥയിലായി, ശരിയായ നിലയിൽ എണ്ണ വാങ്ങിക്കാനോ വിളക്ക് എത്തിക്കാനോ സാധിക്കാതെ ചെറിയ വെട്ടത്തിൽ എഴുതി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. രാത്രി ഒറ്റയ്ക്കുന്നത് കരയുകയാണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി ഹദീസ് പഠിക്കാൻ സാധിക്കില്ല, അത് എഴുതാൻ സാധിക്കില്ല. ആ വിഷമത്തിൽ ഇന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. ചരിത്രത്തിൽ കാണാം, ആ ഉറക്കത്തിൽ ഹബീബായ തങ്ങൾ സ്വപ്നം കണ്ടു. തങ്ങൾ ചോദിച്ചു, എന്താ യാക്കൂബ് നിന്നെ കരയിപ്പിക്കുന്നത്, എന്തു പറ്റി? നബിയെ, താങ്കൾ ഹദീസുകൾ എഴുതുന്ന ജോലിയിൽ ഞാൻ എൻ്റെ രാത്രികൾ കഴിച്ചുകൂട്ടിയിരുന്നു, എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ഹദീസുകൾ പഠിക്കാൻ സാധിക്കില്ല, ഇനി എൻ്റെ രാത്രികൾ ഹദീസുകൾ പഠിക്കാനോ എഴുതാനോ സാധിക്കില്ലല്ലോ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ തന്നെ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. തങ്ങളുടെ പുണ്യ കൈകൊണ്ട് അദ്ദേഹത്തെ കണ്ണിൽ മുഖത്ത് തടകി. അദ്ദേഹം പറയുന്നു, ഞാൻ ഉറക്കത്തിൽ ഉണർന്നു, എനിക്ക് അല്ലാഹു തആല കാഴ്ച പരിപൂർണമായി തിരിച്ചു തന്നു. എത്രയോ മുൻഗാമികളുടെ ചരിത്രങ്ങൾ കാണാം, അവരുടെ രാത്രികൾ പുണ്യമായ അമലുകളെ കൊണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നാം നോക്കിയാൽ മുസ്ലിമീങ്ങളെ രാത്രികൾ അമലുകളിലായിരുന്നു. എത്രത്തോളം മുസ്ലിമീങ്ങളെ യുവാക്കളെ പോലും രാത്രി അമലിൽ മുഴുകുന്ന യുവാക്കളെ കാണാൻ സാധിക്കുമായിരുന്നു. യുവത്വത്തിന്റെ ദസറിപ്പിൽ പോലും അവർ രാത്രിയെ നന്മയിൽ ചെലവഴിക്കുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. 15 വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ്, ചെറുപ്പത്തിലെ യുവത്വത്തിൽ മുസ്ലിമായ സഹാബിയാണ്. തന്റെ വാപ്പയുടെ ഉമ്മയുടെ അനുവാദം ചോദിച്ച് മക്കയിൽ നിന്നും അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്തു. നബിയെ കാണാനുള്ള കൊതി 15 വയസ്സുകാരൻ. നമുക്കും വലിയ മക്കൾ, മുൻഗാമികളെ മക്കളുടെ ചെറുപ്പക്കാരെ ആഗ്രഹം കൊതിയും. റബീഅ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് യാത്ര മദീനയിലെത്തി. നബി തങ്ങളുടെ ഖാദിമായി അനസ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി 2 ഖാദിമീങ്ങൾ. ഒരു രാത്രി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തണുപ്പുള്ള രാത്രി നമസ്കാരത്തിന് എണീറ്റ് വെളിയിൽ വരുമ്പോൾ
റബീഅത്ത് ബിൻ കഅബ് എന്ന 15 വയസ്സുകാരൻ നബി തങ്ങളുടെ വീടിന്റെ വെളിയിൽ നബി തങ്ങളുടെ ഖിദ്മത്തിനായി തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ നബി തങ്ങൾക്ക് കരുണ തോന്നി, സ്നേഹം തോന്നി. റബീഅ സൽ, നീ ചോദിക്കും, നിന്റെ ആവശ്യം എന്താ? റബീഅ റളിയല്ലാഹു അൻഹു, നബി ഞാൻ അതൊന്ന് ആലോചിച്ചിട്ട് പറയാം. നല്ല അവസരമാണ് കിട്ടിയത്. നബി തങ്ങൾ അദ്ദേഹത്തിനോട് ദുആ ചെയ്തു. അദ്ദേഹം വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് താങ്കളോട് പറയാൻ, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. താങ്കൾ ദുആ ചെയ്യുന്നത് നാളെ സ്വർഗത്തിൽ ഞാൻ താങ്കളുടെ കൂടെയായിരിക്കണം. ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹം, ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം, ഒരു ചെറുപ്പക്കാരൻ രാത്രി ഉറക്കമൊഴിക്കുകയാണ്. എന്താണ് ലക്ഷ്യം? നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലാകണം. താങ്കൾ ചോദിച്ചു, അല്ല റബീഅ, നിന്നോട് ആരാ ഇത് പറഞ്ഞു തന്നു? എനിക്കിതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല, നീ വലിയ കാര്യമാണ് ചോദിച്ചത്. അതെ നബി, എനിക്കിത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഞാൻ ചിന്തിച്ചു, താങ്കളോട് ഞാൻ കാര്യം പറഞ്ഞാൽ താങ്കൾ ദുആ ചെയ്യുന്നത് എനിക്ക് ലഭിക്കും. പക്ഷെ ദുനിയാവാണ് ചോദിക്കുന്നെങ്കിൽ അത് മുൻഖത്തിഅത്തുൻ ഫാനിയ, നശിക്കാനും തീർന്നു പോകാനുമുള്ളതാണ്. എന്നാൽ ആഖിറത്ത് ചോദിച്ചാൽ എന്നെന്നും ബാക്കിയാകും. താങ്കൾ സല്ലല്ലാഹു പറഞ്ഞു, നീ വലിയ കാര്യമാണ് ചോദിച്ചത്, നീ എന്നെ സുജൂദുകൾ അധികമായി ചെയ്ത് സഹായിക്കണം. 15 വയസ്സുകാരനായ സഹാബിയുടെ അദ്ദേഹത്തിന്റെ മോഹവും സ്വപ്നവും ആഗ്രഹവും രാത്രി അദ്ദേഹം ഉറക്കമൊഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ചെറുപ്പക്കാരൻ, ഒരു കാലഘട്ടം മുസ്ലിമീങ്ങളുടെ ചെറുപ്പക്കാരും യുവാക്കളും ഇങ്ങനെയായിരുന്നു. അവർ രാത്രികൾ അമലുകളിൽ മുഴുകുമായിരുന്നു, നന്മയിൽ മുഴുകുമായിരുന്നു. എത്ര ചരിത്രങ്ങൾ കാണാം. നമ്മൾ ചിന്തിക്കേണ്ട, ഈ രാത്രി ഉറക്കമൊഴിച്ചാൽ എന്ത് ലഭിക്കും? തിന്മയ്ക്ക് വേണ്ടി എത്രയോ സമയങ്ങൾ ചെലവഴിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കും, വലിയ പകരം ലഭിക്കും. തിന്മകൾക്ക് വേണ്ടി, തമാശകൾക്ക് വേണ്ടി രാത്രി ഉറക്കമൊഴിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? സമയങ്ങൾ പാഴാകുന്നല്ലാതെ. നന്മയ്ക്ക് വേണ്ടി അത് പകരമാക്കും, നന്മയ്ക്ക് വേണ്ടിയാക്കി തീർച്ചയായും അതിന് പകരം അല്ലാഹു തആല നൽകും. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല ചെറുപ്പത്തിലെ രാത്രി സമയങ്ങളിൽ നബി തങ്ങളുടെ അമലുകൾ പഠിക്കാൻ വേണ്ടി രാത്രി ഉണർന്നിരിക്കുമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ നബി തങ്ങളുടെ കൂടെ മാമിയുടെ വീട്ടിലെല്ലാം ചെല്ലുമ്പോൾ ഉണർന്നിരിക്കുമായിരുന്നു രാത്രി സമയങ്ങളിൽ നബി തങ്ങളുടെ അമലുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യാനും വേണ്ടി. അങ്ങനത്തെ ചെറുപ്പക്കാരനെ സഹാബി, അദ്ദേഹത്തിന് അവസാനം മരണപ്പെടുന്ന സമയം സഹാബാക്കൾ കൂട്ടുകാർ പറയുന്നു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഞങ്ങൾ ഖബറിൽ നിന്ന് കേട്ടു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഖബറിൽ നിന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. മുഅ്മിനീകൾക്കുള്ള സന്തോഷ വാർത്ത, ഏ മുഅ്മിനീ, സമാധാനമുള്ള നഫ്സേ, റൂഹേ, വരിൻ അല്ലാഹു തൃപ്തിയിലേക്ക്. ഈ ഖുർആനിന്റെ ആയത്ത് ഖബറിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. യുവത്വവും ജീവിതവും രാത്രിയും പകലും നന്മയിൽ ചെലവഴിച്ചാൽ കിട്ടുന്ന പകരമാണ്. നേരെമറിച്ച് രാത്രി കാലങ്ങൾ വെറും കളിയിലും തമാശയിലുമായി പാഴാക്കിയവർക്ക് എന്ത് ലഭിക്കും? ഒന്നും ലഭിക്കാനില്ല എന്നല്ല, എന്നാൽ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും. അവിടെ അല്ലാഹു നൽകിയിരിക്കുന്ന ഓരോ രാത്രി വിലപ്പെട്ടതാണ്, നഷ്ടപ്പെട്ടു പോകരുത്. അവിടെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ വലൈലത്തിസ്സൂ. അല്ലാഹു, നിന്നോട് ഞാൻ മോശമായ പകലിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, മോശമായ രാത്രി നിന്ന് കാവൽ ചോദിക്കുന്നു. ഇന്നത്തെ നമ്മുടെ രാത്രികൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ രാത്രികൾ എത്രയോ നഷ്ടങ്ങളിലാണ്, പാപങ്ങളിലാണ്. ഇന്ന് നമ്മുടെ രാത്രികളെ തിന്മകൾക്ക് വേണ്ടി അവസരമായി മനസ്സിലാക്കിയാണ്. രഹസ്യമായ പാപങ്ങൾ രാത്രി ഇരുളിൽ എത്രയാണ് ചെയ്തു കൂട്ടുന്നത്. മുൻഗാമികൾ പറയുമായിരുന്നു, ദുനൂബുൻ ഖൽവാത്, രഹസ്യമായ തിന്മകൾ അതിന്റെ മോശമായ ഒരു മനുഷ്യന്റെ മരണം മോശമാകാൻ ഏറ്റവും വലിയ കാരണമാണ്. ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ അടിമകൾ അവരുടെ ജീവിതകാലം സ്വർഗവാസിയെ പോലെ സൽക്കർമ്മങ്ങൾ ജനങ്ങൾ കാണുന്ന അവസ്ഥയിലായിരിക്കും, എന്നാൽ അവന്റെ മരണം മോശമായ അവസ്ഥയിലായിരിക്കും. അദ്ദേഹം എഴുതി, അതിന്റെ കാരണം അവന്റെ രഹസ്യം, അവന്റെ രാത്രികൾ തിന്മകൾ നിറഞ്ഞതായിരിക്കും. രഹസ്യ ജീവിതം ഹറാമുകൾ നിറഞ്ഞാൽ, രാത്രി കാലങ്ങൾ പാപങ്ങൾ മുഴുകിയാൽ അതിന്റെ ദൂഷ്യം കാണുന്ന മരണസമയത്തായിരിക്കും. അതുകൊണ്ട് നമ്മുടെ രാത്രികൾ പരിശുദ്ധമാകണം. അതുകൊണ്ടാണ് തങ്ങൾ കാവൽ ചോദിച്ച്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ വലൈലത്തിസ്സൂ. മൂന്നാമത് തങ്ങൾക്ക് വമിൻ സാഅത്തിസ്സൂ. അല്ലാഹുവേ, മോശമായ സമയങ്ങളിൽ നിന്നും മോശമായ സെക്കൻഡുകളിൽ നിന്നും, ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും മോശമായി പോകാൻ പാടില്ല. അല്ലാഹു അമാനത്തായി നൽകിയതാണ്. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ നൽകിയിട്ടില്ല. അതെല്ലാം വിലപ്പെട്ടതാണ്. നാളെ സ്വർഗവാസികൾ ഖേദിക്കുന്ന കാര്യം, ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ ലാ സഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ തആല ഫിഹാ. നാളെ സ്വർഗവാസികൾ ഖേദിക്കുന്നത് ദുനിയാവിൽ പാഴാക്കിയ സമയങ്ങളെ കുറിച്ചാണ്. ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാലിൽ ഒരു രോഗം ബാധിച്ചു. വൈദ്യൻ പറഞ്ഞു, അതിനെ മുറിച്ചു കളയണം, ഇല്ലെങ്കിൽ കാലിൽ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ആ രോഗം കടന്നു കയറും. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ ആ ഭാഗം മുറിച്ചു കളയണം.
അതുകൊണ്ട് വൈദ്യം പറഞ്ഞു ഒരു മരുന്ന് നൽകാം, അത് കുടിച്ചാൽ വേദന അറിയുകയില്ല, അല്പസമയം ബോധമില്ലാതാകും. അദ്ദേഹം പറഞ്ഞു ഇല്ല, ബോധമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെ ഗഫ്ലത്തിലായി ഒരു സെക്കൻഡ് കഴിയുകൂടാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കാല് മുറിച്ചുകൊള്ളി, ഞാൻ വേദന സഹിച്ചുകൊള്ളാം. നിർബന്ധ അവസ്ഥയിൽ പോലും അവർ വെറുത്ത കാര്യമാണ് അശ്രദ്ധമായി ഒരു സെക്കൻഡ് കഴിഞ്ഞുകൂടുക, അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെ ഒരു സെക്കൻഡ് ജീവിതത്തിൽ കഴിഞ്ഞു പോവുക അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മുടെ മണിക്കൂറുകൾ, രാത്രികൾ മുഴുവൻ അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമയം അത് വിലപ്പെട്ടതായി തീരണം. പിന്നെ തങ്ങൾ കാവൽ ചോദിച്ചു, ഒമിൻ സാഹിബി സൂ, മോശമായ കൂട്ടുകെട്ടിൽ നിന്നും, മോശമായ കൂട്ടുകാരൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കും. നാളെ കൂട്ടുകാരൻ മോശമായാൽ അതിന് ഏറ്റവും വലിയ ദൂഷ്യം നാളെ ആഖിറത്തിൽ അവരുടെ കൂട്ടത്തിലായിരിക്കും. ആരെ സ്നേഹിച്ച്, ആരെ പ്രേമിച്ച്, ആരുടെ ഫാൻസായി ജീവിക്കുന്നു അവരുടെ കൂട്ടത്തിലായിരിക്കുന്ന ആഖിറത്തിൽ. അതുകൊണ്ട് സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ നബിതങ്ങളുടെ വാക്ക്, നബിതങ്ങളുടെ നബുവത്തിൽ നാവിൽ പുറപ്പെട്ട വാക്കുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും സന്തോഷം നൽകിയ വാക്ക് അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു അവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ ആഖിറത്തിൽ എന്ന് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിതങ്ങളിൽ നിന്ന് കേട്ട വാക്കുകളിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ച വാക്കിതാണ് അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു, നീ ആരെ പ്രേമിക്കുന്നു, നീ ആരെ ഇഷ്ടപ്പെടുന്നു, ആരെ നിന്റെ ഫോളോ ചെയ്യുന്നു അവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. കാരണം അദ്ദേഹം പറയാൻ ഞങ്ങളുടെ ഇഷ്ടവും പ്രേമവും എൻ്റെ നബിയോടും അള്ളാഹും സഹാബാക്കളോടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു അമലുകൾ ഇപ്പം കുറഞ്ഞു പോയാലും അവരോട് കൂടെ നാളെ ആഖിറത്തിലെത്താൻ സാധിക്കും. എന്നാൽ ഈ വാക്ക് സഹാബാക്കൾക്ക് സന്തോഷമാണ് നൽകിയതെങ്കിൽ നാം നമ്മിലൊക്കെ ഒന്ന് തട്ടിച്ചു നോക്കി നമുക്ക് ദുഃഖിക്കേണ്ടതാണ്. നമ്മുടെ ഇഷ്ടവും പ്രേമവും നമ്മൾ അനുകരിക്കുന്നതെല്ലാം ആരോഗ്യമാണ്. ആർക്കോ വേണ്ടി നമ്മൾ സമ്പത്തും സമയം പാഴാക്കുന്നു. നബിതങ്ങൾ പറയുന്നു അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ പ്രേമിക്കുന്നത്, ആർക്കു വേണ്ടി സമയം ചെലവഴിക്കുന്നത്, ആർക്കു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കും ആഖിറത്തിൽ ഉണ്ടാവുക. തങ്ങൾ കാവൽ ചോദിച്ച പ്രധാനപ്പെട്ട വാക്കുകളാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമി സൂ വലൈലത്തി സൂ വസാഅതി സൂ വസാഹിബി സൂ വജാരി സൂ ഫീ ദാരിൽ മുഖാമ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം ആ മാസം ആഗതമായി നമ്മുടെ ജീവിതത്തെ തിരുത്തേണ്ട സമയമാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം, നമ്മുടെ പകലുകൾ നന്നാക്കണം, നമ്മുടെ രാത്രികൾ നന്നാക്കണം, നമ്മുടെ മണിക്കൂറുകൾ നന്നാക്കണം. ഇങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട സമയമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അവസരമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.